രാവിലെ ഗുഞ്ചിയിൽ നിന്നുള്ള ഒരു ഹിമാലയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സൂം ചെയ്താൽ ഗുഞ്ചി ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഞ്ചിയിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പെർമിറ്റ് കാണിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഇത് ITBTയുടെ ചെക്ക് പോസ്റ്റാണ്. മുഴുവനായും മിലിറ്ററി കവർ ചെയ്ത ഏരിയയാണ്. അവിടെ പാസ് കാണിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇവിടെ ഒരു ബോർഡുണ്ട്. പ്ലീസ് ഷോ യുവർ ID പാസ് എന്നാണ് ആ ബോർഡിൽ എഴുതി വെച്ചത്. ഇതുപോലുള്ള ചെക്ക് പോസ്റ്റുകൾ 2 എണ്ണം കൂടിയുണ്ട്. ഇനി യാത്രയിൽ നമുക്ക് ഇവിടെ ധാരാളം ചീടുമരങ്ങളുണ്ട്. അതിന്റെ കായ നിങ്ങൾ കണ്ടില്ലേ? രാവിലെ ആ കായ എടുത്ത് കത്തിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചി. ഈ ചീടുമരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ കറ എടുത്തിട്ടാണ് പെയിന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിനാവശ്യമായ പശ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഈ ചീടുമരം കാണിച്ച് പലരും ദേവദാരു മരം ആണെന്ന് പറയാറുണ്ട്. ആക്ച്വലി ദേവദാരു മരം ഇതല്ല. ജോഷിമഠിൽ ശങ്കരമഠത്തിൽ വെച്ചിട്ട് ഞാൻ ദേവദാരു മരം കണ്ടിട്ടുണ്ട്. ഷിംലയിലെ കുഫ്രി താഴ്വരയിലും ദേവദാരു ഫോറസ്റ്റ് ഉണ്ട്. ഗോമുഖ യാത്രക്കിടയിൽ ഗംഗോത്രി നാഷണൽ പാർക്കിൽ വ്യാപകമായി ഞാൻ ദേവദാരു മരങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലും യാത്രകൾക്ക് പ്രത്യേകം വൈബാണ്. ഹിമാലയത്തിലായാലും നാട്ടിലായാലും ഒക്കെ ആ സമയം അടിപൊളി ഫീലാണ്. ഉച്ചയോടെ ചൂട് ആരംഭിക്കും. പിന്നെ രാവിലത്തെ ആ ഒരു സുഖം നമുക്ക് കിട്ടുകയില്ല. ഇവിടുത്തെ റോഡുകൾ കാണുന്നില്ലേ? ഇന്നലെ ആദി കൈലാസത്തിലേക്ക് പോയ റോഡ് പോലെ തന്നെയാണ്. വളരെ മോശമാണ് അവസ്ഥ. മലയിടിച്ചിലുള്ള ഭാഗമാണ് കൂടുതലും. റോഡ് എന്ന് പറയാൻ പറ്റില്ല. മഴക്കാലത്തെ അവസ്ഥ വളരെ മോശമായിരിക്കും. ഈ വഴിക്കുള്ള യാത്ര പലപ്പോഴും ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയകളാണ് നമ്മളെ അഭിമുഖീകരിക്കുന്നത്. കല്ല് എപ്പോഴാണ് താഴേക്ക് വീഴുക എന്നത് പറയാനേ പറ്റില്ല. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഈ യാത്ര ഒരു ഉൾക്കിടലമായിരിക്കും ഉണ്ടാക്കുക. ഹിമാലയത്തിലെ ഡ്രൈവർമാരെ സമ്മതിക്കണം. വളരെ പീസ്ഫുൾ ആയിട്ടാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അവരുടെ ക്ഷമയും ജാഗ്രതയും എടുത്തു പറയേണ്ടതാണ്. ഇത്രയും ഡേഞ്ചറസ് ആയ ടെറൈനിൽ ദിവസങ്ങളോളമാണ് അവർ ഒരു ഗ്രൂപ്പിന്റെ കൂടെ വണ്ടി ഓടിക്കുന്നത്. വളരെ കെയർഫുൾ ആയിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. ഒരിക്കലും ഒരു ടെൻഷൻ അവരുടെ മുഖത്ത് കാണില്ല. പെരുമാറ്റത്തിൽ എത്രമാത്രം വിനയം, ലാളിത്യം നമുക്ക് കാണാൻ കഴിയും. ഓരോ വണ്ടികൾ പോകുമ്പോഴും നിർത്തി വഴിയിലെ വിശേഷങ്ങൾ പരസ്പരം കൈമാറിയാണ് യാത്ര തുടരുന്നത്. വഴിയിലുള്ള അവസ്ഥ എന്താണ്? മണ്ണുവീഴ്ചയുണ്ടോ? യാത്ര തുടരുന്നതിൽ മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങൾ അവർ ചോദിച്ചറിയും. ഇതാണ് കാലാപാനി. മിലിറ്ററിയുടെ കുറേ സംഭവം ഇവിടെ കാണാനുണ്ട്. കാളിമാതാ മന്ദിർ എന്ന ബോർഡ് നമ്മുടെ മുന്നിലെത്തി. ഒരു ബ്രിഡ്ജ് കയറി നമ്മൾ നേരെ ആ മന്ദിറിനടുത്തേക്ക് എത്തുകയാണ്. റോഡരികിൽ ഒരു വലിയ ബോർഡും കൂടിയുണ്ട്. വടാപാവും സമോസയും ഇവിടെ ലഭ്യമാണെന്ന് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ സംസ്ഥാന ഫുഡാണ് ഈ വടാപാവ് എന്ന് പറയുന്നത്.
മഹാരാഷ്ട്ര റെജിമെന്റ് ആയതുകൊണ്ടാവും വടാപാവ് നമുക്ക് കിട്ടുന്നത്. കാളി മാതാ മന്ദിർ ഇവിടെ ഹിന്ദിയിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാൻ ചെറുക്കാൻ ബുദ്ധിമുട്ടാണ്. കാളി മാതാ മന്ദിർ. ഇതാണ് വഴി, രാസ്ത. ഇവിടെ ഒരു ജലപ്രവാഹമുണ്ട്, നല്ലൊരു ജലപ്രവാഹം. തെളി നീരാണ് കേട്ടോ, തെളി നീരാണ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇതുവഴി മണിയടിച്ച് ഇതുവഴി പോകണം. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. യൂറിനൽ സൗകര്യം. ഇവിടെ ഒരു തൃശ്ശൂല കണ്ടോ നിങ്ങൾ? അടിപൊളി തൃശ്ശൂല. വഴി കയറി പോണം. ഇവിടെ ചെറിയൊരു തീർത്ഥക്കുണ്ടം പോലെ ഒരു സംഭവമുണ്ട്. ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ പൂജാരിമാർ താമസിക്കുന്നതോ അങ്ങനെ എന്തോ ആണ്. മണികൾ ധാരാളം ഉണ്ട് കേട്ടോ. ഇതാണ് ടെമ്പിൾ. नमो नमः अष्टमातृके जय नमः ब्राह्मणी देवे नमः वैष्णवी जन महादेव इंद्राणी देवे नमः कुमारी देवे नमः चामुंडी देवी वराय जन प्रत्यंगिरा देवी नमो नमः सर्वमंगल मांगल्ये शिवे सर्वार्थ सात्विके शरण्ये त्र्यंबके गौरी नारायणे नमोस्तुते नमस्ते अस्तु भगवान विश्वेश्वराय महादेवाय त्र्यंबकाय त्रिपुरांतकाय त्रिकाग्निकालाय कालाग्निरुद्राय नीलकंठाय मृत्युंजय सर्वेश्वर सदाशिव श्रीमन् महादेवाय नमो नमः. ഇത് കാളി നദിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അടിയിലൂടെയാണ് കാളി നദി ഒഴുകി പോകുന്നത്. അമ്മ ഇരിക്കുന്നത് കാളി ദേവിയാണ്. ആ നിലയ്ക്ക് തന്നെ കാളി മന്ദിർ. അപ്പോൾ കാളി നദിയുടെ പേരിലുള്ള ക്ഷേത്രമാണിത്. രണ്ട് പ്രതിഷ്ഠയാണുള്ളത്. ഒന്ന് പരമേശ്വരൻ്റേത്, രണ്ട് കാളീദേവിയുടെ. ഇവിടെ വേറെ ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഹനുമാൻ പ്രതിഷ്ഠയാണ്. സ്വാമി ഇങ്ങ വാ. ഇത് മിലിറ്ററിയുടെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും, ഭക്ഷണം കഴിക്കാം. ഇത് മറാഠ റെജിമെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു മുംബൈ സ്റ്റൈൽ ഫുഡുകളൊക്കെ ഇവിടെ കിട്ടും. വടാപാവൊക്കെ കിട്ടുമെന്ന് എഴുതി കണ്ടിരുന്നു. നമുക്ക് എന്താ ഇവിടെ കിട്ടുമോ നോക്കാം. ചപ്പാത്തി, മുംബൈ ചൗപ്പാട്ടി എന്നായിട്ടാണ് എഴുതിയിട്ടുള്ളത്. മിലിറ്ററിയുടെ കുറേ വണ്ടികളുമുണ്ട്.
മഹാരാഷ്ട്ര റെജിമെൻറ്റിൻ്റെ ഒരു ക്ഷേത്രമാണ്. അവരുടെ അണ്ടറിലാണ്. ഇവിടെ നാളികേരം വെച്ചിരിക്കുന്നു, തേങ്ങ വെച്ചിരിക്കുന്നു. ഇതെവിടെ നിന്ന് വരും? ഹിന്ദി മാം. ഇതെവിടെ നിന്ന് വരുന്നു? 80 രൂപ ഒന്നിന്. ഒന്നിന് ഈ തേങ്ങയ്ക്ക് ഒന്നിന് 80 രൂപ കേട്ടോ. നാട്ടിൽ നിന്ന് തേങ്ങ കൈ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, നല്ല പൈസ കിട്ടും. ഓം പർവ്വതത്തിലേക്ക് ഇനി 9 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെയും ചെക്ക് പോസ്റ്റാണ്, സ്റ്റോപ്പ് കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഒന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ബാക്കിയൊക്കെ ഹിന്ദിയിലാണ്. പോസിറ്റീവ് തോട്ട് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ മിലിറ്ററിക്കാരെഴുതി വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ നമ്മുടെ പേപ്പറുകൾ പരിശോധിക്കുന്നത് അവിടെ വെച്ചാണ് കേട്ടോ. ഇതേതാ കണ്ടല്ലേ, അവിടെയാണ്. അവിടെ വെച്ചാണ് പോകുന്നത്. നമ്മുടെ പേപ്പറുമായിട്ട് നമ്മൾ ഡ്രൈവർ പോയിരിക്കുകയാണ്. ഇത് വന്ന് ആക്ച്വലി സ്ട്രിക്റ്റ് ചെക്ക് പോസ്റ്റ്. സ്ട്രിക്റ്റ് ആണ് ഇത് മാത്രം. ഇതേ ഇത് ആക്ച്വലി ഇത് പോறது ജപ്പാൻ, ഇത് സോറി ചൈന പോறது ഇതേ റോഡ് தான். ചൈനയിലേക്ക് ഇത് വഴി പോവാം. கைலாஷ் போறது இதே ரோடு. இதுக்கு நிறைய செக் போஸ்ட் பண்ணிட்டு വാപ്പസ് അனுப்புறாரு. ഓക്കെ. ഇതുവഴിയാണ് ചൈനയ്ക്കൊക്കെ പോകുന്നതെന്നാണ് സ്വാമി പറഞ്ഞത്. പഴയ സിൽക്ക് റൂട്ട്. ഇത് സിൽക്ക് റൂട്ടാ? സിൽക്ക് റൂട്ട് ഇതേതാ ഓൾഡസ്റ്റ് 200-300 ഇയേഴ്സ് റൂട്ട് ഇതേതാ. റീസെന്റ് 20-30 ഇയേഴ്സ് മുന്നാലെ ഇത് പണിയിരുന്നത്. ഓക്കെ. ആക്ച്വലി വളരെ പഴയ കാലത്ത് ചൈനയിലേക്കുള്ള ഒരു വാണിജ്യപാതയായിരുന്നു ഇത്. ഇന്ത്യ ചൈന ആ രൂപത്തിലല്ലാതെ ഇതെല്ലാം ഒരേ ടെറിട്ടറി ആയിട്ട് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ചൈന, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ എല്ലാം ഒറ്റ ഇതായിട്ട് നിൽക്കുന്ന കാലത്ത് തടസ്സങ്ങളില്ലാതെ അതിർത്തികൾ താണ്ടിയിട്ട് വണിക്കുകൾ വാണിജ്യപാതയിലൂടെ കടന്നു വന്നിരുന്ന ഒരു റൂട്ടും കൂടിയാണ്. പിന്നീടാണ് അതിർത്തികൾ വന്നത്, മിലിറ്ററി അതിർത്തി കാവൽ നിൽക്കലൊക്കെ വന്നത്. അപ്പോൾ നമ്മുടെ ഈ റൂട്ട് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പഴയ റൂട്ടാണ്, ചരിത്രത്തിലൊക്കെ ഉള്ള റൂട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പം വളരെ നല്ല വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈന അപ്പുറത്ത് വലിയ സമ്മർദ്ദമാണ്, നമുക്കറിയാം. അരുണാചൽ പ്രദേശിലൊക്കെ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് അറിയാം. അതുപോലെ ലഡാക്കിലെ പാൻഗോക്കിലൊക്കെ അവരുണ്ടാക്കിയ പ്രോബ്ലംസ് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് മിലിറ്ററി ഇവിടെ നിൽക്കുന്നത്. ആദി കൈലാസ് യാത്രയുടെ ഒരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ് ഇവിടെ ധാർച്ചുലയിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള പെർമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരാണ്. നമുക്കുള്ള സർട്ടിഫിക്കറ്റ് തരുന്നത് അവിടെയുള്ള അവർ നിശ്ചയിക്കുന്ന ഡോക്ടേഴ്സാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുവന്നാലും നമുക്ക് ആ രൂപത്തിൽ പെർമിറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. പഴയ കാലത്ത് 10-30 വർഷം മുൻപ് ധാർച്ചുലയിൽ നിന്ന് നടന്നാണ് പലരും എത്തിയിരുന്നത്. 2-3 ദിവസം കഴിഞ്ഞ് നാരായണാശ്രമം എന്ന ഒരു സ്ഥലത്തെത്തും. അവിടെ ഒരു ദിവസം താമസിക്കും. ഗുഞ്ചി വഴി കാലാപാനി വന്ന് ലിപുലൈക്കിലേക്കാണ് എത്തുന്നത്. മുഴുവൻ കാൽനട യാത്രയാണ്. ലിപുലൈക്ക് കടന്ന് സാഹസികമായി തിബറ്റിലേക്കാണ് പിന്നീട് നമ്മൾ എത്തുന്നത്. തിബറ്റിലാണ് മാനസ സരോവർ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് വീണ്ടും ദിവസങ്ങൾ എടുത്ത് മൗണ്ട് കൈലാഷ് പരിക്രമണം ചെയ്താണ് യാത്ര പൂർത്തിയായിരുന്നത്. നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ് യാത്രാനുമതി ലഭിച്ചതും. ഇന്ന് കൈലാസ് മാനസ സരോവർ യാത്ര ചൈന ബാൻ ചെയ്തിട്ടുണ്ട്. ചൈന ഇപ്പോൾ പെർമിറ്റ് തന്നെ തരുന്നില്ല.
ഹിമാലയ മലമടക്കുകളിൽ റോഡുകളുടെ നിർമ്മാണം, സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളുടെ ചുമതല ബോർഡർ ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ കീഴിലുള്ള ജനറൽ എഞ്ചിനീയർ ഫോഴ്സാണ് GREF. അവരാണ് ഈ ചുമതല നിർവഹിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ ഹിമാലയം, അതുപോലെ തന്നെ ലഡാക്ക്, ശ്രീനഗർ, കിഴക്കൻ ഹിമാലയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി റോഡുകൾ നിർമ്മിക്കുന്നതും സംരക്ഷിക്കുന്നതും ഇവരാണ്. മഞ്ഞുമലകൾ സദാസമയവും ഇടിഞ്ഞു വീഴുന്നതും ഗതാഗതം താറുമാറാകുന്നതും ഇവിടങ്ങളിൽ നിത്യസംഭവമാണ്. നദികൾ കരകവിഞ്ഞൊഴുകുമ്പോഴും വലിയ തോതിൽ റോഡുകളുടെ പാർശ്വഭാഗങ്ങൾ നദിയിൽ നിലംപതിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രികർ മലമടക്കുകളിൽ കുടുങ്ങുന്നത് വളരെ സാധാരണമായ ഒരു സംഭവം മാത്രമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുത്ത് ബോർഡർ റോഡ്സിലെ ജീവനക്കാർ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജോലിയാണിത്. -ഡിഗ്രി തണുപ്പും കാറ്റും മഴയും വെയിലും കൂസാതെ അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പാരാമിലിറ്ററി വിഭാഗമാണ് ഇവരെങ്കിലും സിവിലിയൻ രീതിയിലാണ് ഇവർ അറിയപ്പെടുന്നത്. പട്ടാളക്കാരുടെ ആനുകൂല്യമൊന്നും അവർക്ക് കാര്യമായി ലഭിച്ചിരുന്നില്ല മുൻകാലത്ത്. മലമ്പാതകളിൽ ചുറ്റിക്കറങ്ങി റോഡ് തടസ്സം കണ്ടെത്തി പുനഃസ്ഥാപിക്കലാണ് ഇവരുടെ ജോലി. റോഡപകട മുന്നറിയിപ്പുകൾ, ശ്രദ്ധാപൂർവമായ ഡ്രൈവിംഗ് എന്നിവയോടൊപ്പം മദ്യം, മയക്കുമരുന്ന്, പുകവലി എന്നിവ നിരുത്സാഹപ്പെടുത്തുന്ന പരസ്യ ബോർഡുകളും ധാരാളമായിട്ട് വഴിയരികൾ സ്ഥാപിക്കുക, ഇതൊക്കെ അവരുടെ ചുമതലകളിൽ പെടുന്നതാണ്. ഞങ്ങളെല്ലാവരെയും ഡ്രൈവർ താഴെ ഇറക്കി. ഇറക്കിയതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി മുന്നോട്ട് പോകത്തില്ല. വണ്ടികളൊക്കെ കടലിങ്ങനെ ആടി കളിഞ്ഞ് പോവില്ലേ, അതുപോലെ പോകുന്ന ഒരു ടെറൈനായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും താഴെ ഇറക്കിയിട്ട് ഡ്രൈവർ വണ്ടി കൊണ്ടുവരും. നമ്മുടെ ഡ്രൈവർ മുന്നോട്ട് നടക്കുന്നു. ഹിമാലയത്തിലെ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ആ ബൈക്കുകാരൊക്കെ സ്ലിപ്പ് ചെയ്ത് വരിക കേട്ടോ, കണ്ടോ? ഓ, വണ്ടി തള്ളി കൊടുക്കണം കേട്ടോ, കേട്ടോ സ്ലിപ്പ് ചെയ്യാം. റൈഡേഴ്സ് മൊത്തം കുടുങ്ങിയിരിക്കും. നമ്മുടെ ഡ്രൈവറെ സഹായിക്കാം. ഓ, ഗോപ്ര വെച്ചിരിക്കും. മറ്റൊരു വണ്ടിയും കുടുങ്ങിയിരിക്കുന്നു. എല്ലാ വണ്ടി എங்கே ஸ்டாப் பண்ணிருக்காரு பாருங்க. ആകെ സ്ലിപ്പ് നിറഞ്ഞാണ്. ഇത് നടന്ന് പോച്ച ദൂരമായിരുന്നു. ഷോർട്ട് വാക്കിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, വെഹിക്കിൾ ഇൻ ദിസ് സ്റ്റോപ്പ് ഇൻ ദിസ് ഏരിയ. നമ്മളിപ്പോൾ ഓം പർവ്വതത്തിൻ്റെ അടുത്ത് എത്തി. ഇച്ചിരി ദൂരെ നിന്ന് നമുക്ക് ആ ദൃശ്യം കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ഒരു ഷോട്ട് ഓം പർവ്വത്. ഇതാണ് ഓം പർവ്വതമാണ് കേട്ടോ. നമ്മളെല്ലാവരും തുറന്ന ജീപ്പിലിറക്കി. ആ ജീപ്പിൽ നമ്മൾ ഓം പർവ്വതം കേട്ടോ പിടിച്ചിരിക്കണം എന്നാ പറഞ്ഞേ. അടിപൊളി.
ഓം പർവത്. ഇതൊരു അടിപൊളി അനുഭവമാണ് കേട്ടോ. ഇത്രയും നേരം വന്നതിൽ നിന്ന് തുറന്ന ജീപ്പിൽ കയറിയിട്ട് പോവാണ്. തുറന്ന ജീപ്പ്. നമ്മുടെ ആളുകൾ എല്ലാവരും ഇറങ്ങുകയാണ്. ഈ വണ്ടിയിലാണ്. ഇവിടെയാണ് ഏരിയ. അവിടെ പോയാൽ ദർശനം നമുക്ക് കിട്ടും. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. எப்படி இருக்கு? ஜெய் மகாதேவ். சூப்பரா இருக்கு. சூப்பரா இருக்கு. ஓகே. ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. ആത്മാനുഭവത്തിന്റെ ആത്മനിർവൃതിയുടെ അനന്തകൂടി എല്ലാവർക്കും കിട്ടില്ല. എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും കിട്ടണം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആദി കൈലാസ് ഓം പർവത് ബോർഡ്. ഇതാണ് വഴി. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. സ്വാമി, നമ്മൾ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ വ്യൂ പോയിന്റ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഉണ്ടല്ലേ? വെള്ളം പിടിക്കുകയാണ്. വെള്ളം ഉണ്ടോ? അവിടെ ഇവിടെ എന്തോ ഹോട്ടലുണ്ട്. ഹോട്ടലാണിത്. ഹോട്ടല്. ഒരാള് ഹറിയോം ആള് കഞ്ചാവ് പിടിക്കും. ഇതാണ് വഴി. കൈലാസ് ഹോട്ടൽ. ഇവിടെയും ഒരു ഹോട്ടലുണ്ട്. ഇതാണ് അതിൻ്റെ വ്യൂ കേട്ടോ. നമ്മുടെ ആളുകൾ നടന്നു വരികയാണ്. സ്വാമി അടക്കമുള്ളവരുണ്ട്. എല്ലാവരും ഉണ്ട്. ഈ ഒരു മഹാഭാഗ്യത്തിന് ഈശ്വരനോട് നന്ദി പറയുകയാണ്. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ, ഇതൊക്കെ കാണാൻ കഴിഞ്ഞതിൽ. പരമേശ്വരൻ്റെ പടമുണ്ട് ഇവിടെ. ഓം. ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം വന്നാൽ കാര്യം സാധിക്കാൻ ബാത്റൂമുണ്ട്. ഇതാണ് വഴി. കിടപ്പുണ്ട്. 10,000 അടി. 1000 അല്ല, മുകളിലുണ്ട് ഹൈറ്റ്. ഈശ്വരോ രക്ഷതു. നല്ല കലപ്പാ. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര കോൾഡ്, തണുപ്പുണ്ട്. ഇവിടെ ബുദ്ധിസ്റ്റ് അവരുടെ പ്രാർത്ഥനാ ശ്ലോകനം കെട്ടിയിട്ടുണ്ട്. അവർക്കും ഇത് പ്രധാനപ്പെട്ട സ്ഥലമാണ്. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടിട്ടേ ഡയലോഗ് ഡെലിവറി ബുദ്ധിമുട്ടാണ്. ഒരമ്മ വരുന്നു. മാതാജി നമസ്തേ. നമസ്തേ.
ഞാൻ കാല് തൊട്ട് വന്ദിച്ചാണ് അമ്മയെ. എൻ്റെ അമ്മയെക്കാളും പ്രായമുണ്ട്. അവരോട് വന്നു മാതാജി, അവരെ കാലിന് വീഴുക, അനുഗ്രഹം വാങ്ങി, നെയ് നെയ് എന്നൊക്കെ പറഞ്ഞു. ഓം പർവ്വതം കുറച്ചും കൂടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കുറച്ചും കൂടെ സൂം ചെയ്യാം. ഇതാണ് സൂം ചെയ്തപ്പോൾ കിട്ടുന്നത് ഓം. അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഉച്ചയാകുമ്പോൾ ഐസുരുകിയിട്ട് കുറച്ചും കൂടെ ഓം ഷേപ്പ് കിട്ടുമായിരിക്കും. ഇതാണ് ഉണ്ടല്ലേ, ഈ ഷേപ്പാണ് മുകളിലെ ആണ് ഓം പർവ്വതം. ഇവിടെ ദർശനത്തിനായിട്ട് ഓം പർവ്വത ദർശനത്തിന് കുറച്ചധികം പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഒരു ശിവ സിമ്പലുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഐസ് ഒഴുകി വരിക ആ ഗ്ലേഷ്യറിൽ നിന്ന്. ഇവിടെ കുറേ ചെക്ക് പോസ്റ്റ് മിലിറ്ററിയുടെ അവിടെ ഒരു അമ്പലമുണ്ട്. നേരെ ആ ഭാഗത്തും ഒരു ക്ഷേത്രമുണ്ട്. ഇതിൽ പോകാൻ തോന്നുന്നു അവിടത്തേക്ക് ഉണ്ടല്ലേ. കൈലാസ് മാനസ സരോവർ റൂട്ടാണ്. ഭൂണ്ടാർ അങ്ങനെ എന്തോ പേര് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്തോ എഴുതിയിരിക്കുന്നുണ്ട് അവിടെ, ബോർഡ് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിനുണ്ടായ സന്തോഷം ഒന്നും പറയണ്ട. ഈശ്വരോ രക്ഷതു. ഇവിടെയൊക്കെ വരാനും പ്രാർത്ഥിക്കാനും ഒന്ന് കാണാനും ഒക്കെ ഭാഗ്യമുണ്ടായതിൽ ഈശ്വരനോട് നന്ദി പറയുകയാണ്. ഇവിടുത്തെ ഹോട്ടലാണ് കേട്ടോ. ഓം പർവ്വതത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചായ കുടിച്ചില്ല എന്ന് വേണ്ട, ചായ കഴിക്കുകയാണ്. നല്ല ചൂട് ചായ. ആഹാ, ആവി പറക്കണ ചായ കുടിക്കുക എന്തൊരു സുഖമാണെന്നറിയാം. അവിടെ എന്തോ ഇവരൊക്കെ മാഗി കഴിക്കുകയാണ്. മാഗി ഇപ്പൊ കാണുന്നത് നാഗപർവ്വതമാണ്. ഇത് പാർവതിയുടെ നാഭി, പൊക്കിൾ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ ഭാഗം പാർവതിയുടെ നാഭി, ഇത് നാഗപർവ്വതം. ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഈ ഓം പർവ്വത യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. മനോഹരമായിട്ടുള്ള ഇവിടുത്തെ ആ വ്യൂസൊക്കെ, ഈ കാഴ്ചകളൊക്കെ തന്നെ എനിക്ക് പകർത്തി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇനി നമ്മുടെ യാത്ര നാരായൺ ആശ്രമത്തിലേക്കാണ്. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ക്യാമ്പിങ്. കാലാപനിയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന്, ഇതാണ് നാബിഥാങ് എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്, നാബിഥാങ്. ഇതിൻ്റെ നമുക്ക് എൻട്രി ആവുന്നതിൻ്റെ അവസാനത്തെ പോയിൻ്റാണ് ഈ സ്ഥലം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി വീഡിയോ കണ്ട മുഴുവൻ ആളുകളോടും നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക്
ആദി കൈലാസവും ഓം പർവ്വത യാത്രയൊക്കെ എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഓം പർവ്വതം കണ്ട് ഞങ്ങൾ എല്ലാവരും മടക്കമാണ് കേട്ടോ. അതേപോലെ ഓപ്പൺ വണ്ടിയിൽ നമ്മളൊക്കെ മടങ്ങുകയാണ്. சாமி எப்படி இருக்கு? செமையா இருக்குங்கய்யா. பூஜை பண்ணிருக்கு. சிறப்பா பூஜை பண்ணியாச்சு. ஐயா ரொம்ப குஷியாச்சு. குஷி. വിജയേട്ടൻ എന്താ പറയാ? ഒന്നും പറയാനില്ല, മറ്റുള്ളവർക്ക് പറയാനുണ്ടല്ലോ. ആ കാലാപാനി എത്തിയിട്ട് നമുക്ക് വടാപ്പാവ് കഴിച്ചാലേ ഒന്ന് ബോഡി ഒന്ന് സ്ട്രോങ് ആകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പട്ടാള ക്യാമ്പുണ്ട് കാലാപാനി. ആ കാലാപാനി പോയാൽ വടാപ്പാവ് കിട്ടുമെന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ വടാപ്പാവിന്റെ ഒരു ആവേശത്തിൽ ഞങ്ങൾ പോവുക. അപ്പൊ വടാപ്പാവ് കഴിക്കണ കാണിച്ചു തരാം കേട്ടോ ബാക്കി.